ഉള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അതാണ്, ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരു എക്സാം എഴുതണം, CPC സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ആ എക്സാം എഴുതണമെങ്കിൽ USA നടത്തുന്ന ഒരു എക്സാമാണ്. അത് വളരെയധികം ചിലവേറിയ ഒരു എക്സാമാണ്. 78,000-ലധികം രൂപ ചിലവഴിക്കുന്ന ആ ഒരു എക്സാമിന് ആകെ 2 ചാൻസ് മാത്രമേ ഉള്ളൂ. ഏകദേശം 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 70% മാർക്ക് ലഭിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അതിൽ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഏകദേശം 24 മോക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു മോക്ക് എക്സാമിൽ പോലും ഞാൻ ഇന്ന് വരെയും പാസ്സായിട്ടില്ല. അത്രയധികം ടഫായിരുന്നു എന്നെ സംബന്ധിച്ച് ആ എക്സാം. ആദ്യമായിട്ട് ഞാൻ 1ാമത്തെ ഘട്ടം എക്സാം എഴുതാനായിട്ട് ഒക്ടോബർ 8-ാം തീയതി ഡേറ്റ് എടുത്ത് ഇവിടെ വന്ന അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്തും എനിക്ക് അത്ര ഒരു വിശ്വാസമോ പാസ്സാകുമോ ഇല്ലയോ ഉള്ള വലിയൊരു ആശങ്കയായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടി അപ്പോഴും പുതുക്കിയിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി എക്സാം എഴുതി. പക്ഷേ ഞാൻ ആ എക്സാമിൽ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വളരെയധികം ആശങ്കയായിരുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായ ഒരു എക്സാമാണ്, എനിക്ക് മറ്റൊരു മാർഗ്ഗവുമില്ല. ഈ എക്സാം പാസ്സായാൽ മാത്രമേ എനിക്ക് നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയുള്ളൂ എന്നും എനിക്ക് അറിയാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഈ ഡിസംബർ 1-ാം തീയതി കൃപാസനത്തിൽ വന്ന് എൻ്റെ 5ാം തവണ ഉടമ്പടി പുതുക്കുകയാണ് ഞാൻ ചെയ്തത്. 5ാമത്തെ ആ തവണ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുന്നതിന് ശേഷവും എൻ്റെ മനസ്സിൽ വളരെയധികം വിഷമങ്ങളായിരുന്നു. കാരണം ഈ എക്സാം പാസ്സായില്ലെങ്കിൽ എൻ്റെ ആ ക്യാഷാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ ഡിസംബർ കൊണ്ട് അവരുടെ ആ എക്സാമിൻ്റെ സിലബസുകളെല്ലാം മാറി അടുത്ത എക്സാം ജനുവരിയിലേ ഉള്ളൂ. വീണ്ടും അതിന് നമ്മൾ ആദ്യം മുതൽ വീണ്ടും ഇത്രയും എമൗണ്ട് അടയ്ക്കണം. അതുപോലെ ആ ഇത്രയും ക്യാഷ് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് അടച്ചത്. അപ്പം വീണ്ടും ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. വീണ്ടും ഇത് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എഴുതുക, എൻ്റെ ചാൻസുകളെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെ. കാരണം ഇതുപോലെ ഒരു മോക്ക് എക്സാം പാസ്സാകാത്ത ഒരു വ്യക്തി ഒരിക്കലും ഫൈനൽ എക്സാം പാസ്സാവില്ല. അതും അമേരിക്കൻ അസോസിയേഷൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ അതുപോലെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഡിസംബർ 5-ാം തീയതി 2ാമത്തെ ഡേറ്റും അതുപോലെ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റിനും ഞാൻ ഡേറ്റ് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രം ഇവിടുന്ന് മേടിച്ച് അതിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി ആ പത്രങ്ങളൊക്കെ കൊടുക്കുകയും എല്ലാവരോടും അമ്മമാരോടും പ്രായമുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഞാൻ പ്രത്യേകം എനിക്കായിട്ട് പ്രാർത്ഥന അപേക്ഷയൊക്കെ പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് എക്സാം എഴുതാൻ പോയി. ആ സമയത്തും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ട്രെയിനിലിരിക്കുന്ന സമയത്തും എല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഓരോ നിമിഷവും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ മാതാവെ എനിക്ക് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട്, അല്ലെ എൻ്റെ റിസൾട്ട് ആദ്യം എൻ്റെ വീട്ടുകാരോ അല്ലെ എൻ്റെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ആരും അറിയില്ല, എനിക്ക് എൻ്റെ റിസൾട്ട് നീ എന്നെ പാസ്സാക്കി തരുവാണെങ്കിൽ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്ന് അമ്മ മാതാവിനോടായിരിക്കും ആദ്യം പറയുന്നത് എന്ന് ഞാൻ അന്ന് ഉറച്ചെടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5-ാം തീയതി എക്സാം എഴുതി. അതിനു മുമ്പ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് പലതവണ എഴുതിയിട്ട് എല്ലാവരും ഫെയിലാകുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ് മുന്നോട്ട് നീട്ടി വെക്കുകയാണ്. ഒരിക്കലും ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് എഴുതിയാൽ മതി, അല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അതിൻ്റെ ഫലമായിട്ട് എന്താണേലും ഡേറ്റ് എടുക്കാം, എന്തേലും ആകട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ അപ്പോഴും ഞാൻ മാതാവിനെ എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഓർത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി 5ാമത്തെ ഉടമ്പടിയോടുകൂടിയാണ് എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5-ാം തീയതി ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയിട്ടും ആ സമയത്തും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം 1ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 70% മാർക്ക് ലഭിച്ചില്ല.
അത് ഒരുവിധം എളുപ്പമായിരുന്ന എക്സാം ആയിട്ട് പോലും എനിക്കത് മാർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വളരെയധികം കഠിനമായിരുന്നു. ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ പാസ്സാകില്ല എന്ന് ഞാൻ 100% ഉറപ്പോടെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ പാസ്സാകില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടും ആ 100 ക്വസ്റ്റ്യനിലൂടെയും എല്ലാവരും 4 മണിക്കൂറിന് ഒരു 15 മിനിറ്റോളം ലാസ്റ്റ് റീചെക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. ആ സമയത്തും എല്ലാവരും റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മൗസ് എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ വിശുദ്ധ കാശിരൂപത്തിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കാശിരൂപത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഇത് ശരിയാണോ എനിക്കറിയില്ല. അത്രയേറെ ഞാൻ വേദനയോടെ ആ ഒരു എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഇന്നലെ എക്സാം എഴുതി, ഇന്ന് രാവിലെ 3:30-ക്കാണ് റിസൾട്ട് വരുന്നത്. ആ സമയത്തും 5:30-ക്ക് പോലും ഇന്നലെ വന്ന ക്ഷീണത്തിലും വളരെ എക്സാമിൻ്റെ ടെൻഷനിലുമെല്ലാം ഞാൻ ഉറങ്ങിപ്പോയി. ഏകദേശം 6 മണിയായപ്പോൾ എണീറ്റപ്പോഴാണ് അയ്യോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് വെഞ്ചരിച്ച രൂപത്തിന് മുൻപിൽ തിരികൾ കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞാൻ ഫോൺ തുറന്നില്ല. അപ്പോൾ ഏകദേശം മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെയുള്ള ഒരു ഉറപ്പായിരുന്നു എനിക്ക്. കാരണം എന്തേലും ഒരു കാരണവശാൽ അമ്മ മാതാവ് തന്ന റിസൾട്ട് അമ്മ മാതാവ് പാസ്സാക്കാതല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ആ തിരി ഊതാതെ തന്നെ ഞാൻ ആ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ ഫോൺ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഫെയിലാകുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഫോൺ ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ നോക്കിയപ്പം പാസ്സെന്ന് കിടക്കുന്നു. എൻ്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഇത് ഞാൻ തന്നെ എൻ്റെ റിസൾട്ടാണോ, ഞാൻ വീണ്ടും ഇങ്ങനെ എൻ്റെ കണ്ണുകളുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും നോക്കിയപ്പം ഞാൻ പാസ്സായി. എനിക്ക് 70 മാർക്കാണ് പാസ്സാകാനായിട്ട് വേണ്ടത്. എനിക്ക് കൃത്യം 70 മാർക്കുണ്ട്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അല്ലാതെ ഒരിക്കലും അത് കിട്ടത്തില്ല. ഒരിക്കലും ഞാൻ 70 മാർക്കിനുള്ള എഴുതിയിട്ടില്ല. അമ്മ മാതാവാണ് എനിക്ക് ആ മാർക്ക് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.